ഇന്തോനേഷ്യയിൽ 7 നില കെട്ടിടത്തിന് തീപിടിച്ച് 20 പേർ മരിച്ചു. തലസ്ഥാനമായ ജക്കാർത്തയിലാണ് തീപിടുത്തം ഉണ്ടായത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ 24ൻ്റെ സ്ക്രീനിൽ കാണുന്നത്. ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. ജിഷ്ണു, എപ്പോഴാണ് ഈ സംഭവം? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? തീയണയ്ക്കാൻ കഴിഞ്ഞോ? തീയണക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ തീപിടുത്തം ജക്കാർത്തയിൽ ഉണ്ടാകുന്നത്. 7 നില കെട്ടിടത്തിലെ ആദ്യ നിലയിൽ, 1-ാം നിലയിലാണ് ആദ്യമായി തീ പടരുന്നത്. ഉച്ച സമയമാണ്. അവിടെ ജോലി ചെയ്തിരുന്ന ആളുകളുണ്ട്. അവരെല്ലാവരും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ തീ പടരുന്നത്. ടെറാ ഡ്രോൺ എന്ന് പറയുന്ന ഒരു ഡ്രോൺ കമ്പനിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടമാണിത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡ്രോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി പൊട്ടിത്തെറിച്ചാണ് ഈ അഗ്നിബാധ ഉണ്ടായത് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അഗ്നിബാധ മറ്റ് നിലകളിലേക്ക് പടരുകയായിരുന്നു. പിന്നീട് ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. മരണസംഖ്യ 20-ൽ നിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 22 കഴിഞ്ഞിരിക്കുന്നു. 20ഓളം പേരെ കെട്ടിടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ആളുകൾ പുറത്തേക്ക് കടക്കാൻ സാധിക്കാതെ നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ലാഡർ ഉപയോഗിച്ച് മുകളിലെ നിലകളിൽ നിന്ന് താഴേക്കിറങ്ങുന്ന സാഹചര്യമാണ് ജക്കാർത്തയിൽ ഉണ്ടായത്. വലിയൊരു തീപിടുത്തമാണ്. ഇപ്പോഴും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മരണസംഖ്യ എങ്ങനെ ഉയരും, എവിടെ എത്തുമെന്ന തരത്തിൽ എന്ന കാര്യത്തിൽ ഒരു തിട്ടവും ഈ അധികൃതർക്കൊന്നും ഇല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. 20-ലധികം പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇതിൽ ഭൂരിഭാഗം ആളുകളും. ടെറാ ഡ്രോൺ ഇന്തോനേഷ്യ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ 7 നില കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ കമ്പനിയിലെ ജീവനക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. വലിയ അഗ്നിബാധയായി മാറുന്നു. മരിച്ചവരിൽ ഒരു ഗർഭിണിയായ സ്ത്രീ കൂടി ഉണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെ 14 സ്ത്രീകളോളം ഉൾപ്പെടുന്ന 20-ലധികം ആളുകളാണ് മരിച്ചത്. ഓക്കെ, ജിഷ്ണു രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്തോനേഷ്യ തലസ്ഥാനമായ ജക്കാർത്തയിൽ തീപിടുത്തം ഉണ്ടായി എന്നാണ്. മരണസംഖ്യ ഇനി ഉയരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.